ഹലോ ഗൈസ്, വൈഷുവേഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. പോകുന്നത് മണ്ണാറശാല ശ്രീ നാഗരാജ ടെമ്പിളിലേക്കാണ്. മണ്ണാറശാല ക്ഷേത്രത്തെക്കുറിച്ച് അറിയാത്തവരായിട്ട് കേരളത്തിൽ വളരെ ചുരുക്കം പേരുണ്ടാവാനേ സാധ്യതയുള്ളൂ. പോയിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്നവർ ആയിരിക്കും കൂടുതലും കേരളീയർ അല്ലേ. അപ്പോൾ ഹരിപ്പാടായിട്ടാണ് ഈ ക്ഷേത്രം വരുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആർച്ചാണ്. നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെയാണ് നമ്മൾ ഈ മണ്ണാറശാല ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള വഴിയുള്ളത്. ഞങ്ങൾ പോയത് ആ വഴിയാണ്. ഈ കാണുന്നത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഹരിപ്പാട് നമ്മളിവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ആനയൊക്കെ ഉണ്ട്, ഹരിപ്പാട് സ്കന്ദ എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലൂടെയുള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ പോയത്. ഇനി വേറെ വഴിയുണ്ടോയെന്ന് അറിയില്ല. ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ പോയത്. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ എന്തുകൊണ്ട് ഈ അമ്പലത്തിൽ കയറിയില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതാണ്, ഈ അമ്പലത്തിൽ തൊഴുതിട്ടുള്ളതാണ്, എല്ലാമാണ്. വ്ളോഗ് എടുത്തിട്ടൊന്നുമില്ല. ആ സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പിന്നെ മാത്രമല്ല, നമ്മൾ മണ്ണാറശാല അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഇറങ്ങിയത്. അപ്പോൾ സമയവും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് ഇറങ്ങിയത്. പിന്നെ അവിടെ തൊഴുത് സമയത്തിന് എത്തണം എന്നുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ ഈ അമ്പലം സ്കിപ്പാക്കുമായിരുന്നു. നിങ്ങൾ ആ വീടിനെ കണ്ടു വെച്ചേക്കുന്ന ഫോട്ടോ കണ്ടോ? അതെന്തോ പണി നടക്കുന്ന വീടാണ്. കണ്ണ് പറ്റാതിരിക്കാൻ വെച്ചേക്കുന്നതാണോ? കണ്ണൊക്കെ തുറപ്പിച്ചിട്ടൊരു അമ്മച്ചിയുടെ ഫോട്ടോ. പറഞ്ഞിരുന്ന് നമ്മളങ്ങനെ അമ്പലം എത്താറായി. ആ നേരെ കാണുന്ന ആർച്ച് കണ്ടോ, ഗ്രീൻ കളർ? അതാണ് മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. ഈ ആർച്ച് കടന്ന അമ്പലമായി. വണ്ടിയൊക്കെ കൊണ്ടുവരുന്നവർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. അമ്പലത്തിനകത്തും ഉണ്ട്, പുറത്തും ഉണ്ട് പാർക്ക് ചെയ്യാൻ വിശാലമായ സ്ഥലമുണ്ട് കേട്ടോ. അതുകൊണ്ട് വണ്ടി കൊണ്ടുവന്ന പാർക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഞങ്ങൾ ആദ്യം പുറത്ത് പാർക്ക് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പിന്നെ സെക്യൂരിറ്റീനെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ അകത്ത് സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. നമ്മളങ്ങനെ അകത്തോട്ട് പണിയെടുക്കുക. എന്തോന്ന് അറിയത്തില്ല, ഞങ്ങൾക്ക് ഭാഗത്തിന് ഫസ്റ്റ് തന്നെ പാർക്ക് ചെയ്യാനുള്ളൊരു, അതായത് അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടി കേട്ടോ. പിന്നെ അവിടെ തന്നെ കിട്ടും. അതാകുമ്പം നമുക്ക് തിരിച്ചു വരുമ്പോൾ കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഞങ്ങൾ പോകുമ്പം ചെങ്ങന്നൂർ ആ ഏരിയയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. പക്ഷേ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ എത്താറാവുന്നതിന് മുന്നേ തന്നെ അവിടെ മഴയൊന്നും പെയ്തായിട്ട് കണ്ടില്ല. അപ്പോൾ പിന്നെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്ന വരെ മഴയൊന്നും പെയ്തില്ല, നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുവാണ്. ഈ നേരെ കാണുന്ന കൗണ്ടറിൽ നിന്ന് നമുക്ക് നടയിൽ സമർപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. ആൾരൂപം, പുറ്റ്, മുട്ട, ഉപ്പ്, മഞ്ഞൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഇതിനകത്തോട്ട് കയറുമ്പോഴാണ് നമുക്ക് ശ്രീകോവിലൊക്കെ കാണുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ക്യാമറയും കാര്യങ്ങളും മൊബൈലൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഏരിയ ശ്രീകോവിലിന് പുറത്തോട്ട് ഇറങ്ങുമ്പം തൊട്ട് പുറകിലുള്ള ഒരു ഏരിയയാണിത്. ഇതിനപ്പുറത്താണ് അമ്മയുടെ ദർശനം കിട്ടുന്നതും വലിയമ്മയുടെ ദർശനം കിട്ടുന്ന സ്ഥലവും അതുപോലെ നിലവറയുള്ളതൊക്കെ ഇതിന് അപ്പുറത്തോട്ടാണ്. ഈ മതിലിന് തൊട്ടപ്പുറത്തായിട്ടാണ് അത് വരുന്നത്. ഇവിടെയൊന്നും വീഡിയോ എടുക്കുന്നതിന് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടില്ല. എടുക്കുന്നതുകൊണ്ട് ആരും തടഞ്ഞതുമില്ല. അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത്. പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയായിട്ടാണ് വലിയമ്മയുടെ ദർശനം കിട്ടുന്ന സ്ഥലവും നിലവറയും വരുന്നത്. നേരെ കാണുന്നതാണ് നിലവറ. ഓടിട്ട ആ ഒരു ഏരിയയാണ് നിലവറ വരുന്നത്. ഞാൻ അങ്ങനെ അകത്തോട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഇതാണ് കാണുന്ന നിലവറ. നമുക്ക് അവിടെ കയറി പ്രാർത്ഥിക്കാം. അതുപോലെ തൊട്ടപ്പുറത്തായിട്ട് വലിയമ്മയുടെ ദർശനം കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെയും സമയം അനുസരിച്ചാണ് ദർശനം കൊടുക്കുന്നത്. അവിടെ ഒത്തിരി പേര് ക്യൂ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് പിന്നെ ഈ കാണുന്നത് നമ്മൾ നമ്മുടെ ശാസ്താവിൻ്റെ, അതുപോലെ അപ്പൂപ്പൻകാവ്, പിന്നെ അവിടുത്തെ കുളം, ഭദ്രകാളി ക്ഷേത്രം, ഇതൊക്കെ നമ്മൾ ഈ വഴിയിലൂടെ നേരെ പോകുമ്പോഴാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളവിടെ ചെന്ന് എന്താ പറയുക, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതുണ്ട്. ശരിക്കും ഈ വഴി കൂടെ നടക്കുമ്പം ആ ഒരു കാട്ടിലൂടെ നടക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രതീതി ഉണ്ടല്ലോ. ആ ചീട് കരയുന്ന സൗണ്ട്, കിളികളുടെ സൗണ്ട്, അങ്ങനെ ഭയങ്കര സൈലൻ്റായിട്ട് ഉള്ളൊരു ഏരിയ. നമുക്കിങ്ങനെ കാതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കാമെങ്കിൽ നടുകാടിലൂടെ പോകുന്നൊരു എക്സ്പീരിയൻസ് കിട്ടും. അവിടെ പോയാൽ നമുക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഞങ്ങളുടെ അമ്മമാരെ കൂട്ടിയിട്ടാണ് പോയത്. എൻ്റെ അമ്മയുണ്ടായിരുന്നു, ഏട്ടൻ്റെ അമ്മയുണ്ടായിരുന്നു, പിന്നെ ഞാനും ഏട്ടനും കുഞ്ഞും. ഞങ്ങൾ ഇത്രയും പേരാണ് പോയത്. ഞാൻ പറഞ്ഞില്ല, പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു അമ്പലത്തിലേക്ക് പോകാമെന്നുള്ളത്. അങ്ങനെ ചില അമ്പലങ്ങളിൽ, ചില ആരാധനാലയങ്ങളൊക്കെ നമ്മൾ
പെട്ടെന്ന് തീരുമാനമെടുത്ത് പോകുന്നതായിരിക്കും അല്ലേ. പക്ഷേ അത് ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് തരുകയും ചെയ്യും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്രാവശ്യം മണ്ണാറശാല ക്ഷേത്രത്തേക്ക് പോയിട്ട്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, അവിടെ ശാന്തമായിട്ട് നമുക്ക് തൊഴാൻ പറ്റി. പിന്നെ ഞാനിവിടെ കൊടുത്ത വഴിപാടെന്ന് പറയുന്നത്, ചെയ്ത വഴിപാടെന്ന് പറയുന്നത് എന്താണ്, ഉപ്പ്, മഞ്ഞൾ, അതുപോലെ പുറ്റ്, മുട്ട, ആൾരൂപം, ഇത് ഇത്രയും വരുന്ന 2 പാക്കറ്റായിട്ട് തരുന്നത്. കാരണം നാഗരാജാവിൻ്റെയും നാഗയക്ഷി അമ്മയുടെയും മുന്നിൽ നമ്മൾ ഓരോ പാക്കറ്റായിട്ട് വെക്കണം. ഇതിന് 40 രൂപയാണ്. അതായത് ഒരു പാക്കറ്റിന് 20 വെച്ചിട്ട് 2 പാക്കറ്റ് 40 രൂപ. അത് നമുക്ക് എത്ര വേണമെങ്കിലും മേടിച്ച് വെക്കാം. കാരണം ഓരോരുത്തർ ഇപ്പം എൻ്റെ പെരുന്നാളും ചേട്ടൻ്റെ പെരുന്നാളും അമ്മയുടെ പെരുന്നാളും അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെയൊക്കെ ഇഷ്ടമുള്ളതല്ല നമ്മൾ അത്രയാണ് ആരവിലാണ് കൊടുക്കുക ഉദ്ദേശിക്കുന്നത് അത്രയും പാക്കറ്റ് നമുക്ക് മേടിച്ച് വെച്ചാൽ മതി. അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളൊന്നും എഴുതണ്ട. പിന്നെ ഞാൻ പാലും പഴവും നൈവേദ്യം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് വെറും 30 രൂപയുള്ള അവിടെ നടത്താൻ. പാൽപ്പായസം എന്നോട് ചീട്ടാക്കുന്നില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് നടത്തിയില്ല. അതുപോലെ അവിടെ നിലവറപ്പായസം ഉണ്ട്, അതൊക്കെ നമുക്ക് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട്. എന്നാൽ വളരെ റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഒരുപാട് അവർ പൈസയൊന്നും ഇപ്പം എന്തായാലും ഇവിടെ ഒത്തിരി പേര് വരുന്നതാണ്. അപ്പം നല്ലൊരു എമൗണ്ടിനൊക്കെ വേണമെങ്കിൽ അവർക്ക് വഴിപാടുകൾ നടത്താം. പക്ഷെ അങ്ങനെയൊന്നുമില്ല, വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ആഗ്രഹമുള്ള, നമുക്ക് നടത്താൻ ആഗ്രഹമുള്ള വഴിപാടുകളൊക്കെ നടത്തി ഹാപ്പിയായിട്ട് പോരാം. അങ്ങനെ നമ്മൾ അമ്പലമൊക്കെ തൊഴുത് തിരിച്ചിറങ്ങുവാണ്. തിരിച്ച് ഇറങ്ങുന്ന സമയത്താണ് ഞാൻ പ്രസാദമൊക്കെ വാങ്ങിച്ചത്. പാലും പഴം നൈവേദ്യത്തിന് നമുക്ക് ചെറിയൊരു പഴവും മഞ്ഞളൊക്കെ ആയിട്ട് നമുക്ക് അവിടുന്ന് പ്രസാദം തരുന്ന കൗണ്ടറിൽ നിന്ന് വാങ്ങി. പിന്നെ ഇവിടെ ദിവസവും അന്നദാനം നടക്കും. 11 മണിക്കാണ് അന്നദാനം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ നമുക്കൊരു കൂപ്പണൊക്കെ ഉണ്ട്. ആ കൂപ്പൺ പൈസയൊന്നുമില്ല, കൂപ്പൺ മേടിക്കാതെ അവർക്ക് എണ്ണം കിട്ടാനായിരിക്കണം, എത്ര പേര് കഴിച്ചു എന്നുള്ളത് എണ്ണം കിട്ടാനായിരിക്കണം. ഒരു കൂപ്പൺ തരും. ആ കൂപ്പൺ വാങ്ങിച്ച് നമ്മൾ കയറി ഫുഡ് കഴിക്കുക. സാമ്പാർ, ഒരു കൂട്ടുകറി ഉണ്ടായിരുന്നു, നെല്ലിക്ക അച്ചാറുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി നമ്മൾ അന്നദാനം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ദേവൂട്ടന് എന്തെങ്കിലുമൊക്കെ ഒരു ടോയ് എന്തെങ്കിലും മേടിക്കാം. പിന്നെ ഈ പൊരി, മലര്, പിന്നെന്താ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അതും കൂടെ വാങ്ങിക്കാന്നുള്ള രീതിയിൽ നമ്മുടെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയാണ് ഇതെല്ലാം കടകളൊക്കെ ഉള്ളത്. പിന്നെ അവിടെ കയറി ദേവൂട്ടന് ഒരു ടോയ് വാങ്ങിച്ചു. ടോയ് എന്ന് പറഞ്ഞാൽ അവന് ആവശ്യത്തിലധികം ടോയ്സ് ഓൾറെഡി ഉണ്ട് വീട്ടിൽ. പിന്നെ ഇല്ലാത്ത എന്തെങ്കിലും കാണുവാണെങ്കിൽ മേടിക്കാമെന്ന് വെച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നിലവറ പായസം, ഇത് കൗണ്ടറിൽ നിന്ന് വാങ്ങിക്കണം. നല്ല മധുരമായിരുന്നു. അരവണയുടെ ഒരു ടെക്സ്ചർ ഉണ്ടെങ്കിലും അതിനേക്കാൾ ഭയങ്കര മധുരം ഉണ്ടായിരുന്നു. നല്ല മധുരവും ഇത് വേറൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കേട്ടോ, ഇത് 50 രൂപയ്ക്ക് നമ്മൾ അവിടെ നിന്ന് മിക്സ് ചെയ്തിട്ടുള്ള മറ്റേ പലഹാരങ്ങൾ. പിന്നെ പൊരി വാങ്ങിച്ചു. പിന്നെ ഇതും ഒരു മിക്സ്ചർ പോലെ നമുക്കിത് പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് ബേക്കറിയിൽ നിന്നൊക്കെ. പൊരിയും മറ്റേ എന്തൊക്കെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ്ചർ പോലത്തെ. പിന്നെ ഇത് മധുരമുള്ള മറ്റേ പൊരിയുണ്ട, ഇത് ഞങ്ങളുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുകൊണ്ട് വാങ്ങിച്ചാൽ. പിന്നെ ഇത് ചോളത്തിൻ്റെ പാക്കറ്റ്, ഇതൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ ദേവൂട്ടിന് ഈ ഒരു ഐറ്റം ഞാൻ നമ്മൾ ഈ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോഴേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം കിട്ടിയിട്ടില്ല ഇതുവരെ, ഞാനൊരു വാങ്ങിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.